വീണ്ടെടുപ്പിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ശ്രീ ഗീവർഗീസ് യോഹന്നാൻ സാർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൂർവികരുടെ പുണ്യവും സ്വന്തം ഗുരുത്വവും ദൈവാധീനവുമാണ് അദ്ദേഹത്തിൻ്റെ കൈമുതൽ. കുലീനത്വത്തിൻ്റെ കുലപതിയാണ് MGMൻ്റെ ഈ സാരഥി. ലക്ഷ്മിയും സരസ്വതിയും ഒരുപോലെ പ്രസാദിച്ചിട്ടുള്ളവർ ചുരുക്കമാണെന്നാണ് അറിവുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അറിവിൻ്റെ ദേവതയും ഐശ്വര്യദേവതയും മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച ആളാണ് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ എന്ന് അദ്ദേഹത്തെ അറിയുന്നവരെല്ലാം സാക്ഷ്യപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. MGMൻ്റെ സ്ഥാപകനും സാരഥിയുമായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ സാറിനും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ജൈനമ്മയ്ക്കും ഇവിടെ നന്ദി പറയാനുള്ള മകൻ ജാബ്സനും സ്നേഹ സ്വാഗതം. ബഹുമാനായ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ, മറ്റ് തിരുമേനിമാരും വൈദികരും വിശിഷ്ട വ്യക്തിത്വങ്ങളും ഉൾപ്പെടെയുള്ള ഈ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാൻ പേരുകളെല്ലാം പറയാൻ തയ്യാറാകാത്തത്. നമ്മുടെ ഈ പരിപാടി തുടങ്ങിയിട്ട് ഏതാണ്ട് 2-2.25 മണിക്കൂറായി. ഇതൊരു വിസ്മയമായി എനിക്ക് തോന്നുകയാണ്. ഒരു വ്യക്തി ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതോടൊപ്പം എളിമയുടെ തെളിമ കൊണ്ട് എല്ലാവരെയും കീഴടക്കാനും സാധിക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഞാൻ വിസ്മയം എന്ന വാക്ക് ഉപയോഗിച്ചത്. വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മന്ത്രി സന്നിഹിതനായ ഈ വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കേരളത്തിലെ ബഡ്ജറ്റിൽ വരുമാനമായി കേരളം കാണുന്ന തുകയേക്കാൾ കൂടുതൽ തുക നേരിട്ടും അല്ലാതെയും പ്രവാസികളിലൂടെയാണ് കേരളത്തിൽ ലഭിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ പരിമിതി ഉണ്ടാവാം, എൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രവാസികളെ ഇത്രയധികം ആശ്രയിക്കുന്ന മറ്റൊരു സംസ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പ്രവാസികളുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുക്കേണ്ടവരാണെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇവിടെ MGM എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും 50 കൊല്ലത്തെ പ്രവാസി ജീവിതം പൂർത്തിയാക്കുന്ന ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ പ്രയാണത്തിൻ്റെ വിജയത്തിൻ്റെ അരനൂറ്റാണ്ടിനെക്കുറിച്ചുമെല്ലാം, പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് കൊടുത്ത ആ പേര് തന്നെ അതിനെ സംബന്ധിച്ച് ശ്രീനിവാസ് സാറും എല്ലാം പറഞ്ഞ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ തുടങ്ങുന്ന 2 കഴക്കൂട്ടത്തെ സ്ഥാപനവും അതുപോലെ തന്നെ വയനാടിന് വേണ്ടി എല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സമാജത്തിന് വേണ്ടിയുള്ള സമർപ്പിത ജീവിതത്തിൻ്റെ ഭാഗമാണ്. സ്നേഹം, ദയ, സമർപ്പണം, ഇത് മൂന്നുമാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പൊരുളെന്ന് പറഞ്ഞ പണ്ഡിതന്മാരായ ആളുകളെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഏറ്റവും ഒടുവിലായി വത്തിക്കാനിൽ നിന്നും മാർപ്പാപ്പ തിരുമേനി എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, 3 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയതിൽ ഒരു പുസ്തകം അദ്ദേഹം കൊടുത്തിട്ടുള്ള പേര്, ആ പുസ്തകത്തിന് കൊടുത്തിട്ടുള്ള പേര് ദ നെയിം ഓഫ് ഗോഡ് ഈസ് മെർസി എന്നാണ്. ആ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള പേരാണ്. അപ്പം അങ്ങനെ ഒരു മാറ്റം എല്ലാ മേഖലകളിലും, ആത്മീയ രംഗങ്ങളിൽ എല്ലാ മതങ്ങളോടും ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ സർവധർമ്മ സമഭാവവും അനോബദ്ധ കൃതവോയന്ത വിശ്വന്തക, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ശുഭചിന്തകൾ വരട്ടെ. നമ്മുടെ പ്രധാനമന്ത്രിക്ക് G20 രാജ്യങ്ങളുടെ അധ്യക്ഷ സ്ഥാനം ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്ക് ലഭിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ 3 സൂക്തങ്ങളും അതുതന്നെയാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല, സമയക്കുറവുണ്ട്.
പക്ഷെ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആളുകളുടെ അശ്രാന്ത പരിശ്രമം, ആ പരിശ്രമത്തിൽ എനിക്ക് ഏറ്റവും വളരെയധികം ആഹ്ലാദം തോന്നിയ ഒന്ന്, ഉയരങ്ങളിലേക്ക് എത്തുന്നു എന്ന് സ്വാഗത പ്രാസംഗികൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞപ്പോൾ, ആ ഉയരങ്ങളിലേക്ക് അദ്ദേഹം കടക്കുമ്പോഴും ഉയരങ്ങളിലേക്ക് പറന്നു എങ്ങനെയായാലും അവിടെ എത്തുമ്പോഴേക്കും ചവിട്ടി നിൽക്കുന്ന മണ്ണിന് മറക്കുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർ ഗീവർഗീസിൻ്റെ പ്രാധാന്യം എന്ന് ഞാൻ കരുതുന്നു. ഒട്ടേറെ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയവർ ധനാഢ്യന്മാരായി തീർന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ കുടുംബത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ് കേരളത്തിൽ. ഞാൻ മോശമാക്കി പറയല്ല, വിദ്യാഭ്യാസ രംഗം എന്നും അങ്ങനെയാണ്. കേരളം വിവാദങ്ങളുടെയും അപവാദങ്ങളുടെയും ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അങ്ങനെയാണെന്നല്ല. വിദ്യാഭ്യാസ രംഗവും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്ന ഒരവസരത്തിൽ അത് എ പാർട്ടിയോ ബി പാർട്ടിയോ സി പാർട്ടിയോ ഒന്നുമല്ല, എത്രയോ കൊല്ലങ്ങളായി ആ നിലയ്ക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ തീർച്ചയായും ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് നടത്തുക എന്നുള്ള സാഹസികമായ ചുമതല ഒരാൾ നടപ്പാക്കുമ്പോൾ അദ്ദേഹത്തെ എല്ലാം മറന്ന് എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ അനുമോദിക്കുകയാണ് വേണ്ടത്. ഇത് നമ്മുടെ നാടിന് കിട്ടുന്ന ഒരു പുണ്യമായി കരുതി അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ നൽകാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. വാസ്തവത്തിൽ എനിക്കൊരു സന്തോഷമുണ്ട്. ഗോവ ഗവർണർ ആ രേഖകൾ MGM സ്കൂൾസിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആൽഫ മേരിക്ക് സമർപ്പിക്കുന്നു. ഫറവോന്റെ മന്ത്രിയാകുക എന്നുള്ളത് ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ച് അവിടെ കൊണ്ടാക്കി. ഇതുപോലെയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് സാധാരണ ഒരു യാത്ര വടക്കേ ഇന്ത്യയിലേക്കും അതിൽ നിന്ന് അവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും. ഇന്ന് അദ്ദേഹം ഗൾഫ് രാജ്യത്തെ പ്രശോഭിപ്പിച്ചിരിക്കുകയാണ്. യെസ്, എൻലൈറ്റൻഡ് മസ്കറ്റ്. And he has also enlightened Kottarakara and enlightened also lives of many people who are suffering from poverty, disability and all other drawbacks. ഇങ്ങനെയുള്ള ഒരു മനുഷ്യ സ്നേഹി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്, യേശുക്രിസ്തുവിൻ്റെ ഒരു വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വാക്യം, ബി മേഴ്സിഫുൾ ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് മേഴ്സിഫുൾ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് മനസ്സല്യമുള്ളവനാകുന്ന പോലെ നിങ്ങളും മനസ്സല്യമുള്ളവരാകുവിനെന്നാണ്. ഈ കഴിഞ്ഞ 50 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഈ ഉപദേശം യാഥാർത്ഥ്യമാക്കി സ്വർഗസ്ഥ പിതാവിനെ പോലെ മനസ്സലിവുള്ളവനായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അനേക പ്രസ്ഥാനങ്ങൾക്ക് ജീവാവധം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. മനുഷ്യനെ സ്നേഹിക്കുന്നതോടൊപ്പം പ്രപഞ്ചത്തെയും എല്ലാ മനുഷ്യരെയും എല്ലാ പ്രസ്ഥാനങ്ങളെയും എല്ലാത്തിനെയും സ്നേഹിക്കുക. എന്തിന്? എല്ലാം നന്മയിലേക്ക് വളരണം. ആ നന്മയിലേക്ക് വളർന്നു കണ്ട് സന്തോഷിക്കണമെന്നുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങേയറ്റം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. തൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ പുതിയ പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ സാധിച്ചു. വയനാട്ടിലെ ദുരിതം അദ്ദേഹം ഏറ്റെടുത്ത് അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം LKG മുതൽ എത്ര വരെയാണെങ്കിലും അതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു. എത്രയോ മഹത്തായ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ
മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കഴക്കൂട്ടത്ത് ഒരു വലിയ സ്ഥാപനം തുടങ്ങുന്നു. എങ്ങനെയാണ് തനിക്ക് ആരോഗ്യവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിലും ആരോഗ്യമില്ലാത്തവരെ പരിപാലിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്, ഞാൻ അവരോട് മനസ്സിലുള്ളവനാകണമെന്ന് അദ്ദേഹത്തിന് ലഭിച്ചതായ ദൈവദർശനത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതിനെല്ലാം ഉപരി അദ്ദേഹം ഇന്ന് ലോകത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ മുഴുവനായി അറിയപ്പെടുന്നത് വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നയാളെന്നാണ്. എന്തുമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. MGM സ്കൂളിൻ്റെ 30ാമത്തെ വാർഷികമാണ് MGM ആ സൊസൈറ്റിയുടെ. അതിന് അദ്ദേഹം പ്രഗത്ഭരായ ആളുകളെ അതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നടത്തിപ്പിന് ബഹുമാനപ്പെട്ട ശ്രീ തോമസ് സാറിനെ പോലെയും അതുപോലെ അതിൻ്റെ പ്രവർത്തനത്തിൽ സഹായിക്കുവാനും സഹകരിക്കുവാനും നമ്മുടെ പത്മഭൂഷൺ മമ്മൂട്ടിയെയും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത്, ഇതിലെല്ലാം അദ്ദേഹത്തിൻ്റെ വലിയ ദീർഘവീക്ഷണവും അതിലുപരി ദൈവത്തിൻ്റെ ഒരു സ്നേഹവും കരുതലും അദ്ദേഹത്തിനുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ കൂടി പറഞ്ഞത്, ഇതൊന്നും ഞാനല്ല, ഇതെല്ലാം ദൈവമാണ് കരുതുന്നതെന്നുള്ളത് ഒരു വലിയ സന്ദേശമാണ്, ഒരു വലിയ ലെഗസിയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് സമൂഹത്തിന്. അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു മെമ്പറാണ് എന്നുള്ളതിൽ ഞങ്ങളേവർക്കും മലങ്കര സഭയ്ക്ക് മുഴുവനുമുള്ളതായ സന്തോഷവും സ്നേഹവും അഭിമാനവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കും. പരിശുദ്ധ ബാവ തിരുമേനിയുള്ള സർവശക്തനായ ദൈവത്തിന് സ്തുതി കരയട്ടെക്കൊണ്ട് പരിശുദ്ധനായ കത്തോലിക്ക ബാവ തിരുമേനി, ഹിസ് എക്സലൻസി ശ്രീധരൻപിള്ള സർ, KN ബാലഗോപാൽ സർ, വീണ ജോർജ് മാഡം, കൊടിക്കുന്നിൽ സുരേഷ് വസീർ, ഹിസ് എക്സലൻസി ഈസ സാലെ, അഭിവന്യ യോഹന്നാൻ ദേവദോസ് തിരുമേനി, അഭിവന്യ സെക്രിയ മാർ സേവ്യറിയോസ് തിരുമേനി, പ്രിയപ്പെട്ട ജയകുമാർ ജി, ഡോക്ടർ സിറിയക് തോമസ്, IPL TP Srinivasan sir, MGM advisory board members ആയിരിക്കുന്ന ജസ്റ്റിസ് എബ്രഹാം മാത്യു സർ, IPS ജേക്കബ് പുന്നു സർ, IAS KT ചാക്കോ സർ, വൈസ് ചാൻസലർ കുഞ്ചറിയ ഐസക് സർ, വൈസ് ചാൻസലർ ജി ഗോപകുമാർ സർ, ശ്രീ ഗോപിനാഥ മഠത്തിൽ ജോസ് ജെയിംസ് സർ, ബഹുമാനപ്പെട്ട കോറപ്സ് എപ്പിസ്കോപ്പ അച്ഛന്മാരെ, പ്രിയപ്പെട്ട പിതാക്കന്മാരെ, അച്ഛന്മാരെ, YMCA, ലയൺസ് ക്ലബ് അങ്ങനെയുള്ള ക്ലബ് മെമ്പേഴ്സായിരിക്കുന്ന എൻ്റെ സ്നേഹിതന്മാരെ, വേണ്ട വ്യാപാരി വ്യവസായ സംഘടനയിൽപ്പെട്ട പ്രിയപ്പെട്ടവരെ, മാതൃഭൂമിയിലെ ശരത്, രാജീവ് പോലെയുള്ള പ്രിയപ്പെട്ടവരെ, സ്കൂളിലും കോളേജുകളിൽ നിന്നും വന്നുചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷാകർത്താക്കളെ, എന്നോട് MGM എന്ന പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും കരുതലും കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുമായി, ഇവിടെ ആയിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് തമ്മിലുള്ള ഈ ബന്ധം, ഞാൻ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന സമയത്ത്
ഇതിൻ്റെ സംഘാടകരോട് ഞാൻ നിർബന്ധിച്ചു പറഞ്ഞതാണ് ഞാൻ സ്റ്റേജിൽ ഇരിക്കില്ല എന്ന്. കാരണം ഞാൻ അതിന് യോഗ്യത ഉള്ളവനാണോ എന്ന് എനിക്കൊരു സംശയം. കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മഹാവ്യക്തികളെ, ഈ വലിയവരെ, എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ താഴെ ഇരുത്തിയിട്ട് ഞാൻ മേളിൽ കയറി ഇരിക്കുന്നു എന്ന് പറയുന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞപ്പോഴും നിർബന്ധിച്ച് ഞാൻ ഇരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ അവിടെ ഇരുന്നത്. അല്ലെങ്കിൽ സത്യമായിട്ടും നിങ്ങളെ ആരെയും താഴെ ഇരുത്തിയിട്ട് ഞാൻ മേളിൽ കയറി ഇരിക്കത്തില്ലായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ എന്നെ കൊണ്ട് അത് പറ്റുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഒരു ചോദ്യം, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഞാൻ ഇങ്ങനെ ഒരു പ്രസ്ഥാനം അല്ല ഇതുപോലെ ഇത് നടത്തണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. ഇതെല്ലാം മസ്കറ്റിലുള്ള എൻ്റെ കുറേ കൊച്ചുങ്ങളെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്, കൊച്ചുങ്ങളും പിന്നെ എന്നെ സ്നേഹിക്കുന്നവരകത്തല്ല, എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഇവിടെ കുറേ കൊച്ചു പിള്ളേരും കുറച്ച് കുഞ്ഞുങ്ങളും എല്ലാം കൂടെ പിന്നെ എന്നെ നിർബന്ധിച്ച് ഇതിന് സഹകരിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയതാണ്. ഇതിനുപരിയായിട്ട് ഞാനിതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് വലിയ സങ്കടമുണ്ട്. ഇപ്പം ഫാൻ പോലും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, മനുഷ്യൻ കിടന്ന് വേർക്കുക. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കൂടുതലൊന്നും എനിക്ക് പറയാനുള്ളത് ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ ബുക്ക് നിങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ, കാശ് കൊടുത്തല്ല, ഫ്രീ ആയിട്ട് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ബുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ബുക്ക് വാങ്ങിച്ച് ഒന്ന് വായിക്കണം. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. എൻ്റെ ചരിത്രം എൻ്റെ ജീവചരിത്രത്തിൽ ഞാൻ കടന്നുപോയ ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച്, ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് പ്രകാശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് എൻ്റെ മനസ്സിൽ നിന്ന് വന്ന സത്യങ്ങളല്ലാതെ യാതൊരു കൗളവും അതിനകത്ത് ഇല്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് ശ്രീനിവാസൻ സാറ് പറഞ്ഞായിരുന്നു, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, ഒക്കുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഷയൊന്ന് മാറ്റണമേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അതാണ് ഈ പുസ്തകത്തിൻ്റെ ജീവൻ. അത് കാരണം എന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ സാറിനോട് തന്നെ പറഞ്ഞതാ, സാറേ ഞാൻ എൻ്റെ വൈഫിനെ അവക്കളെ യഥാർത്ഥത്തിലുള്ള പേരെന്ന് പറഞ്ഞാൽ കുഞ്ഞോള എന്നാ. പക്ഷെ ഞാൻ അങ്ങനെ വിളിക്കാതില്ല, ഞാൻ കുഞ്ഞോള എന്നേ വിളിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ബുക്കിനകത്ത് എഴുതിയപ്പം കുഞ്ഞോള എന്നാ എഴുതിയത്. അങ്ങനെയുള്ള എൻ്റെ ഭാഷ അപ്പടി തന്നെ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് അല്പപ്രയാസം തോന്നിയാലും ഒന്നുകൂടൊന്ന് വായിച്ചു നോക്കിയാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കും. തിരുമനസ് ഇവിടെ പറഞ്ഞ സേവ്യറിന് വേണ്ടി അതിനകത്ത് എഴുതിയിരിക്കുന്ന വസ്തുതകളിലെ ചില കാര്യങ്ങളൊക്കെ ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. ഞാൻ തിരുമനസ് അത് പറഞ്ഞപ്പോൾ ഞാനിതൊന്ന് ചിരിച്ചു. എൻ്റെ അടുത്ത് തിരുമനസ് പറഞ്ഞ ആ വാചകം മാറ്റണമെന്ന്, ആ വാചകമല്ല, നോട്ട് ഓഫ് ദാറ്റ് വേർഡ്, ആ വേർഡ് മാറ്റണമെന്ന് എന്നോട് പലരും പറഞ്ഞതാ. അത് ഞാൻ വീണ്ടും അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സത്യങ്ങളാണ്. സത്യങ്ങളെ അപ്പടി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളില്ല. പിന്നെ എന്തിനാ ഞാൻ ഇത് എഴുതി എന്ന് ചോദിച്ചാല്, എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ എഴുതിയത്. എന്തിനു വേണ്ടി എഴുതി? ഇത് ഒരു കാര്യം മാത്രം എനിക്ക് പറയാൻ വേണ്ടിയാ, മറ്റൊന്നുമല്ല. ഇതൊന്നും എൻ്റെ മിടുക്കുകൊണ്ടല്ല. ഇതെല്ലാം എന്നെ കരുതിയ ദൈവം എൻ്റെ നടത്തിപ്പാണെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് എഴുതിയത്. ഇതിനകത്ത് എനിക്ക് സാക്ഷീകരിക്കേണ്ടത്, എനിക്ക് പൊക്കിപ്പിടിക്കേണ്ടത്, എനിക്ക് മഹത്വീകരണം കൊടുക്കേണ്ടത് സർവശക്തനായ ദൈവത്തോട് മാത്രമേ ഉള്ളൂ. എന്നെ അല്ലാതെ ആരും അങ്ങനെ സഹായിച്ചതായിട്ടില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്തിട്ടുള്ളവരാണ് ഈ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെന്നും എനിക്ക് പരിപൂർണമായിട്ട് എനിക്ക് വിശ്വാസമുണ്ട്. അതിനുപരിയായിട്ട് എനിക്ക് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് പറയാൻ ഇത്തിരി കുഴപ്പമുണ്ട്. കുഴപ്പമെന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ കരഞ്ഞു പോകും. അപ്പം എന്നതിന് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കരഞ്ഞു പോകും. ഞാനിരിക്കുന്ന ഇവിടെ ഓരോരുത്തരെ കാണുമ്പോൾ അവരുടെ കയ്യെ പിടിക്കുമ്പം എന്നിൽ ത്രസിക്കുന്ന ഏതോ ഉണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 years of his expat life in Oman,
on behalf of the people of Oman and the Indian expat community in Oman, we request Your Excellence to grace this occasion by presenting a memento to Dr. Geevarghese Yohanan. As a token of our honor, love, and respect, His Excellency will present a memento to Dr. Geevarghese Yohanan. ഈ ജന്മനാടിനും പ്രവാസ ലോകത്തിൻ്റെയും സ്നേഹ ആദരവുകളും പ്രാർത്ഥനകൾ കൂടി സമർപ്പിക്കുകയാണ്. ഇവിടെ സമ്മാനിച്ച ഈ കഞ്ചർ, ഇത് ഈ രൂപത്തിന് കഞ്ചർ എന്ന് പറയും. ഇറ്റ്സ് എൻ ഐക്കണിക് സിംബൽ ഓഫ് ദ ഗ്രേറ്റ് ട്രഡീഷൻ ആൻഡ് കൾച്ചർ ഓഫ് ഒമാൻ. ഇപ്പോൾ I kindly invite our guest of honor, His Excellency Ambassador, to address the gathering. Most respected honorables on the dais, dear brothers and sisters, it's really feel great to be here in Trivandrum for the first time since assuming my duties as ambassador in 2023. It's a great honor to stand before you today as we celebrate the golden jubilee of Dr. Geevarghese Yohanan's remarkable journey in Oman. We also take this moment to unveil his inspiring autobiography, a testament to a life dedicated to service and compassion. Dr. Yohanan's tirelessly efforts have touched many lives across various fields, but it is his commitment to education that stands out the most. By placing human development at the heart of his endeavors, Dr. Yohanan has proven that the true measure of success lies in uplifting the capacities of individuals. His philanthropic work in education has not only built an അരനൂറ്റാണ്ടിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1973 സെപ്റ്റംബർ 2 ഈ മണ്ണിൽ നിന്നൊരാൾ തീവണ്ടിയിൽ ബോംബെയിലേക്ക് പോയി. അവിടെ നിന്നൊരു കപ്പലിൽ ഒമാൻ എന്ന രാജ്യത്തിന്റെ തീരത്തെടുത്തു. പിന്നെ അവിടെ നങ്കൂരമിടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്വകാര്യ ഗ്രൂപ്പായ MGM എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചെയർമാനാണ് അദ്ദേഹം. ഒമാനിലെ പ്രശസ്തമായ നദാൻ കൺസ്ട്രക്ഷൻസിന്റെ ഉടമ. വിദ്യാഭ്യാസം വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന് പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും തെളിയിച്ച ആ മനുഷ്യന്റെ പേരാണ് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ. 1948 ജനുവരി 3 കൊട്ടാരക്കര നെല്ലിക്കുന്നം കുഴിവിള പുത്തൻ വീട്ടിൽ യോഹന്നാൻ ഗീവർഗീസിന്റെയും മറിയാമ്മയുടെയും മകനായി ജനിച്ചു. കൊട്ടാരക്കര LM LSP സ്കൂൾ, SKV സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജിലെ ആദ്യ ബാച്ചുകാരനായി പ്രീ ഡിഗ്രിയും കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്ന് BSc ബിരുദവും നേടി. 1971 ഗ്രാജുവേറ്റ് ട്രെയിനിയായി ഫെഡറൽ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു. 1973 ഒമാൻ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനിയിൽ അക്കൗണ്ടന്റായി പ്രവാസ ജീവിതത്തിന് തുടക്കം. 32 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കമ്പനിയുടെ ജനറൽ മാനേജർ വരെയായി. 1994 ജൂണിൽ കൊട്ടാരക്കരയിൽ മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ ആരംഭിച്ചു. ഇപ്പോൾ 12 സ്കൂളുകളും 3 പോളിടെക്നിക്കുകളും 4 ഫാർമസി കോളേജുകളും 2 എഞ്ചിനീയറിംഗ് കോളേജുകളും 1 ആർട്സ് ആൻഡ് സയൻസ് കോളേജുമുള്ള MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചെയർമാൻ. 2006 ഒമാനിൽ നദാൻ കൺസ്ട്രക്ഷൻസ് ആരംഭിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവും MGM ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണലിന്റെ വൈസ് ചെയർമാനുമാണ് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉപദേശക സമിതി അംഗമായ ഇദ്ദേഹത്തെ അമേരിക്ക ആസ്ഥാനമായ
അക്കാദമി ഓഫ് യൂണിവേഴ്സൽ ഗ്ലോബൽ പീസ് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. ഇൻഡോ റഷ്യൻ ഇന്റർനാഷണൽ അവാർഡ്, ഇന്റർനാഷണൽ ബിസിനസ് ലീഡർഷിപ്പ് അവാർഡ്, ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് അമേരിക്കൻസിന്റെ ബിസിനസ് എക്സലൻസ് അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും പിന്തുണയുമായി സഹധർമ്മിണി കുഞ്ഞോളും പ്രാർത്ഥനയോടെ ഒപ്പമുണ്ട്. മക്കളും അവരുടെ മക്കളുമായി 3 തലമുറയ്ക്കും ഒപ്പം കുഴുവിള പുത്തൻവീട് കുടുംബത്തിലെ 9 മക്കളിൽ മൂത്തവനായി അവരുടെ കാരണവരായി ഈ 76-ാം വയസ്സിലും കർമ്മനിരതമാണ് ആ ജീവിതം. അരനൂറ്റാണ്ടു പിന്നിട്ട പ്രവാസ ജീവിതത്തിലെ അനുഭവങ്ങളുടെ പ്രകാശം നിറച്ച് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ എഴുതിയ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയായ ആകയാൽ സ്നേഹം മാത്രം. നെല്ലിക്കുന്നമെന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ബാങ്കിൽ ജോലിക്കാരനായി ഒരു പ്രഭാതത്തിൽ തീവണ്ടി കയറി ബോംബെയിലെത്തി. അവിടെ നിന്ന് കപ്പലിൽ ഒമാൻ എന്ന ദേശത്തു വന്നിറങ്ങി ജീവിതത്തിന്റെ കരപറ്റിയ ഒരാൾ. ആത്മകഥയിൽ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ സ്വയം ജീവിതത്തെ ഒറ്റവാചകത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം പടുത്തുയർത്തിയതാണ് കേരളത്തിലെങ്ങുമുള്ള MGM വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതിലാദ്യത്തേതായ ഈ വിദ്യാലയമുറ്റത്തു വെച്ച് ഇന്ന് ജനിച്ച മണ്ണിനെയും അവിടുത്തെ പ്രിയപ്പെട്ടവരെയും സാക്ഷിയാക്കി ഡോക്ടർ ഗീവർഗീസ് യോഹന്നാന്റെ പ്രവാസ ജീവിതത്തിന്റെ അരനൂറ്റാണ്ട് ആഘോഷിക്കപ്പെടുന്നു. ഒപ്പം നമ്മുടെ നാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിവിധ ജീവകാരുണ്യ പദ്ധതികളുടെ പ്രഖ്യാപനവും വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ചുവടുവയ്പ്പിന്റെ ജൂബിലി ആഘോഷങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതകഥയും ഇവിടെ പ്രകാശിതമാകുന്നു. ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ജന്മനാടിനെ മറക്കാത്ത അവിടുത്തെ മനുഷ്യരുടെ പ്രിയപ്പെട്ട ബേബിയായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാനോട് ഈ അഭിമാന മുഹൂർത്തത്തിൽ ഇവിടുത്തെ ഓരോരുത്തർക്കും പറയാനുള്ളതും ആ വാചകം തന്നെ: പ്രിയപ്പെട്ട അച്ചായ, ആകയാൽ അങ്ങയോട് ഞങ്ങൾക്കും സ്നേഹം മാത്രം. MGM എന്ന് പറയുന്ന പേര് അത് വളരെ അഭിമാനകരമായൊരു ബ്രാൻഡ് നെയിം ആയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ കൂടി ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ഒരു നഗരമാണ്. ഇപ്പം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിദേശത്തിനേക്കാളും പരിചയമുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. ന്യൂയോർക്കിലോ മറ്റ് സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ സ്ഥലങ്ങളിലോ ഒക്കെ പോകുമ്പം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡൽഹിയിലും ബോംബെയിലും ബാംഗ്ലൂരിലും ഒക്കെ പോകുന്ന വലിയ നഗരങ്ങളുടെ ഏറ്റവും ആധുനികമായ സ്വഭാവമുള്ളൊരു സ്ഥലമാണ് ടെക്നോ പാർക്ക് മേഖല. ടെക്നോ പാർക്ക് മേഖല വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, അന്ന് DGP ആയിരുന്നു. അന്ന് ആ സമയത്ത് വളരെ ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ഇന്ന് അതിലെ കൂടി പോയി കഴിഞ്ഞാൽ ആ സ്ഥലമാണ് ടെക്നോ പാർക്ക് എന്ന് തോന്നുന്നില്ല. പക്ഷെ ആ ടെക്നോ പാർക്കിന്റെ എൻട്രൻസിൽ കയറുമ്പോൾ ഏറ്റവും ആകർഷകമായ സ്ഥാപനം MGM ആണ്. ആ MGM സ്കൂള് അവിടെ നിൽക്കുന്നു. അതേ പറഞ്ഞാൽ അത് കാണുമ്പോൾ വളരെ അഭിമാനമുള്ള ഒരു സാധനം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം വ്യവസായ രംഗത്തുമാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നിർമ്മാണ രംഗത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ജോലി ചെയ്ത് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വം ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുണ്ട്, കേരളത്തിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ പുസ്തകം ഇന്ന് അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ധാരാളം സാമൂഹ്യ സേവന പരിപാടികളുണ്ട്. ഈ പരിപാടികളുടെ എല്ലാം ഭാഗമായിട്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ, സാംസ്കാരിക രംഗത്ത് നടത്തുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പരിപാടി. ഇത്തരം പരിപാടികളെല്ലാം നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനെ, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം അനുമോദിക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നേരാനും മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇവിടെ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം തന്നെ വ്യക്തമാക്കുന്ന പോലെ. അദ്ദേഹം സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, വ്യവസായിയാണ്. ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും പറയാറുണ്ട്, നമുക്ക് അദ്ദേഹം ഇവിടുന്നാണ് എല്ലായിടത്തേക്കും പോകുന്നത്. അപ്പോൾ കൊട്ടാരക്കര കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് എപ്പോഴും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാറുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്, കൊട്ടാരക്കര നമ്മൾ കുറെ കൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന്. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം ഞാൻ മുന്നേ കാണുന്നത് നമ്മുടെ അക്കാഡമിക് രംഗത്തെ തന്നെ കുറേയേറെ പ്രഗത്ഭരാണ്. അക്കാഡമിക് രംഗവുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥാപനം. പഴയ KTUവിൻ്റെ വൈസ് ചാൻസലർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ, അദ്ദേഹം കേരള സർവകലാശാലയുടെ
പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു, പിന്നീട് വൈസ് ചാൻസലറായിരുന്നു. ഇങ്ങനെ അക്കാഡമിക് രംഗത്ത് തന്നെ പല പ്രഗത്ഭരും എല്ലാവരും ഉണ്ട്. അപ്പം ഈ പ്രവർത്തനങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാം നേർന്നുകൊണ്ട്, എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മറ്റെല്ലാവരുടെയും പ്രസംഗം. മഹാസമ്മേളനത്തിന് ആധ്യക്ഷം വഹിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനി ഈ സമ്മേളനവും മറ്റു ചടങ്ങുകളും ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ ഗോവയുടെ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള സർ, ബഹുമാന്യനായ ഒമാൻ അംബാസഡറും അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞതായിട്ട് കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും ആദരണീയരായിട്ടുള്ള വിശിഷ്ട അതിഥികൾ, ജനപ്രതിനിധികൾ, അഭിവന്യ തിരുമേനിമാർ, വന്യ വൈദിക ശ്രേഷ്ഠർ, ആദരണീയനായിട്ടുള്ള ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അവർകൾ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മനോഹരങ്ങളായ കുറച്ച് നിമിഷങ്ങൾ ആദരണീയനായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ ജീവിത സംബന്ധിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഒന്നിച്ചായിരിക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ താങ്ക്സ് ഫോർ ദിസ് ഇൻവിറ്റേഷൻ. ഈ ഒരു സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള ഹൃദയപൂർവ്വമായ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ആദരണീയനായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ, ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ ഗീവർഗീസ് യോഹന്നാൻ അച്ചായൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഈ ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു ഹ്രസ്വമായ വിവരണം ഞാൻ വളരെ സാഗൂതം വീക്ഷിക്കുകയായിരുന്നു. നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാം. വളരെ ഉന്നതമായ പദവിയിൽ ദീർഘനാളുകൾ പ്രവാസ ജീവിതം നയിച്ച ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ആ ടൈറ്റിലിൽ അല്ലെങ്കിൽ ആ തലക്കെട്ടിലെല്ലാം ഉണ്ട്, ആകയാൽ സ്നേഹം മാത്രം. എത്ര ഹംബിളായിട്ടുള്ള, ജെന്റിലായിട്ടുള്ള, പൊളൈറ്റായിട്ടുള്ള, എത്ര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹം ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന്, ഒരുപാട് സവിശേഷതകളുണ്ട്, അതിലൊന്ന് അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ ഔന്നത്യത്തിൽ പല വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ പ്രവർത്തിക്കുമ്പോൾ താൻ ജനിച്ചു വളർന്ന മണ്ണിനു വേണ്ടി, തൻ്റെ ജന്മനാടിനു വേണ്ടി വലിയ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നൽകി എന്നുള്ളതാണ്. സ്വന്തം മണ്ണിനെ, ജനിച്ചു വീണ മണ്ണിനെ മറക്കാതെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. എത്ര സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സ്വകാര്യ മാനേജ്മെൻ്റ് എന്നുള്ള നിലയിൽ ഏറ്റവും അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്, ഒരു ഗ്രൂപ്പാണ് MGM എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവുമുള്ള കാര്യമാണ്. അത് പൊതു വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വളരെ വ്യക്തിപരമായി അദ്ദേഹത്തിനോടും കുടുംബത്തോടും അടുപ്പമുണ്ട്. എൻ്റെ ഡോക്ടർ ജോർജ് ജോസഫ്, അദ്ദേഹത്തിലൂടെയാണ് ഞാൻ ബഹുമാന്യനായ ശ്രീ ഗീവർഗീസ് യോഹന്നാൻ അവർകൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്നു മുതൽ ഇന്നോളം തീർച്ചയായിട്ടും ഒരു ജ്യേഷ്ഠ സഹോദരനോ ഒരു പിതാവോ എന്നതുപോലെ വളരെ വാത്സല്യത്തോടെ ഉള്ള ഇടപെടലും അതോടൊപ്പം ഒരു ചേർത്ത് പിടിക്കലും അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ ഉള്ളതാണ്. ഏറ്റവും സന്തോഷം അറിയിക്കുന്നു. സിൻസ് ഒമാൻ അംബാസഡർ ഈസ് ഓൾസോ ഹിയർ, ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ് ഇൻ ഫ്യൂ വേർഡ്സ്. സോ at this moment
I would like to acknowledge the contribution of Dr. Gevargis Yohanan, especially particularly to the educational field. His management, MGM, is the largest group in our state which has got more number. ഒരു നിമിഷത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അരുമസന്താനം, കൊട്ടാരക്കരയുടെ അരുമപുത്രൻ, ഞങ്ങളെല്ലാവരും പറയുന്ന ബേബിച്ചായൻ്റെ ജീവിത സരണികളിലൂടെ കടന്നു പോകുവാനും അതിനെ അനുസ്മരിക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള ഒരു നിമിഷമായി ഈ നിമിഷം കിട്ടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജീവിതം കൊണ്ട് അനേകർക്ക് പ്രയോജനകരമാക്കി തീർക്കുവാനും ജീവിത ദർശനം കൊണ്ട് അനേകരെ പ്രബുദ്ധരാക്കുവാനും സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബേബിച്ചാൻ്റേത്. പൗലോസ്ലീഹ തെസ്സലോനിക്കർ ലേഖനത്തിൽ 3-13 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ പരിശുദ്ധ പൗലോസ്ലീഹയുടെ ആപ്തവാക്യം അന്വർത്ഥമാക്കിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബേബിച്ചായ. നന്മ ചെയ്യുന്ന കാര്യത്തിൽ ശുഷ്കാന്തിയോടെ മുൻഗമിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. ഏത് കാര്യങ്ങളെടുത്താലും മറ്റുള്ളവരുടെ നന്മ എന്നുള്ള ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ ഏറ്റവും മഹനീയമായ വസ്തുതയാണ്. എൻ്റെ ഭദ്രാസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കൊട്ടാരപ്പള്ളി ഭദ്രാസനം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട ബേബിച്ചാന് നൽകിയിട്ടുള്ള സംഭാവനകൾ അനവധിയാണ്. 1.5 കോടി രൂപയോളവും അദ്ദേഹത്തിന് വേണ്ടി ഇതിനോടകം ചെലവാക്കിയിട്ടുണ്ട്. ഞാനൊന്നും പറയണ്ട, മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തുകൊള്ളൂ. അപ്രകാരം എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി അറിയുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുകയാണ്. 3 മിനിറ്റ് എനിക്ക് നൽകിയിട്ടുള്ളൂ. എല്ലാ പ്രിയപ്പെട്ടവരുമേ, എല്ലാവർക്കും സ്നേഹ നമസ്കാരം. നാട്യശാസ്ത്രത്തിൽ പലതരം നയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിനയം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന നിരുക്തം വിവേകമുള്ളവൻ്റെ നയം എന്നാണ്. ഫലമുള്ള കൊമ്പ് താണേയിരിക്കൂ, നീരുള്ള മേഘം താണേ വരൂ എന്ന അഭിജ്ഞാന ശാകുന്തളത്തിൽ നാം വായിക്കുന്നത് പോലെ യഥാർത്ഥ അറിവുള്ള മനുഷ്യർ എത്രമാത്രം വിനയാന്യതരായിട്ടാണ് നമ്മോട് പെരുമാറുന്നത്. എന്നാൽ പലപ്പോഴും നാട്യശാസ്ത്രത്തിൽ തന്നെ പരാമർശിക്കുന്ന മറ്റൊരു നയമാണ് നമ്മുടെയൊക്കെ അറിവിൻ്റെ ആകാശങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളിൽ പുലരാറുള്ളത്. അത് മറ്റൊന്നുമല്ല, അഭിനയം. അഭിനയമില്ലാതെ സത്യസന്ധമായി ഒരു ഉള്ളെഴുത്ത്, അതാണ് ഏറ്റവും പ്രിയപ്പെട്ട ബേബിച്ചായൻ്റെ ആകയാൽ സ്നേഹം മാത്രം. അപ്പനിൽ തുടങ്ങി മക്കളിൽ അവസാനിക്കുന്ന ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ ദൈവാശ്രയത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും സത്യസന്ധമായ ഒരു കഥനമാണ്. ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം വായിച്ച് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ കുരുമുളക് ഉണക്കലിൻ്റെയും വരിയുടക്കലിൻ്റെയും കണ്ടത്തിലെ കുഴിപ്പന്തുകളുടെയും കാര്യമൊക്കെ ഇത്ര വിശദമായി എഴുതിയത് എന്തിനാണെന്ന് വായിക്കുന്ന ചിലർക്കെങ്കിലും തോന്നലുണ്ടാവും. ഇതൊന്നും അറിയാത്ത, അതിനൊന്നും ഭാഗ്യം കിട്ടാത്ത ഒരു തലമുറ എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അവരിലോ അവരുടെ അനന്തര തലമുറയിലോ ഉള്ള ആരെങ്കിലും ഇത് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാലം ഈ ലോകത്തുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കിക്കോട്ടെ, അതിനുവേണ്ടി മാത്രം പറഞ്ഞതാണ്. ഈ പുസ്തകം എങ്ങനെയാണ് പുതിയ തലമുറയെ വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാഗമാണ് ഇനി തുടർന്ന് വായിക്കുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളോട് ചോദിച്ചു, നീ ഗോലി കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവൻ എന്നെ ഒന്ന് തറപ്പിച്ചു നോക്കി. പിന്നെ കുഞ്ഞു മുഖത്തൊരു വലിയ പുച്ഛം നിറച്ചുകൊണ്ട് പറഞ്ഞു, അപ്പച്ച, ഹീസ് നോട്ട് ഗോലി, കൊഹ്ലി, KOHLI. പകച്ചുപോയി എൻ്റെ ബാല്യം. ഇത്ര രസകരമായ ഒരവതരണം.
മാതൃഭൂമി ബുക്സിൻ്റെ സദസിദ്ധമായ സൗന്ദര്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇവിടെ അവതരിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ബേബി ചായൻ, ഈ പുസ്തകത്തിൽ മസ്കറ്റുകാരൊക്കെ വിളിക്കുന്നത് പോലെ പ്രിയപ്പെട്ട വർഗീസ് ജമാലി അച്ചായന പ്രണാമം. ഈ മഹത്തായ സമ്മേളനത്തിന് ഭാഗമാകാൻ സ്നേഹപൂർവ്വം നിർബന്ധിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ജാബ്സണ് ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. നന്ദി. താങ്ക് യു തിരുമനസേ. ദൈവസ്നേഹം കൊണ്ട് സ്വജീവിതത്തെ തുലാഭാരം നടത്തിയ, എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന് വിശ്വസിക്കുന്ന ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ, ആ മനുഷ്യ സ്നേഹിയുടെ ആത്മകഥയുടെ പ്രകാശന ചടങ്ങാണ് ഇനി. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ടാണ്. പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ ഈ ആത്മകഥയുടെ പ്രകാശനം ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നു. ആ പിതാവിൻ്റെ കൈകളാൽ ഈ മഹനീയ കർമ്മം നിർവഹിക്കുവാൻ സാധിക്കുന്നത് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി അദ്ദേഹം കരുതുന്നു. ആത്മകഥയുടെ ആദ്യ പ്രതി മുൻ അംബാസിഡറും UN-ലെ ഇന്ത്യൻ സ്ഥിരം പ്രതിനിധിയുമായ ശ്രീ TP ശ്രീനിവാസൻ അവർക്ക് നൽകി നിർവഹിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെയും ശ്രീ TP ശ്രീനിവാസനെയും അതുപോലെ ആദരണീയരായ എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ പ്രകാശന ചടങ്ങിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. His Holiness Baba Tirumeni will now officially release the autobiography book, and the first copy of the book will be presented to our distinguished former ambassador Sri TP Srinivasan. ഈ ആത്മകഥയ്ക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് ബഹുമാന്യനായ TP ശ്രീനിവാസൻ സാറാണ്. I invite Sri TP Srinivasan for a word of acceptance. Honorable Governor of Goa, പരിശുദ്ധ ബാബ തിരുമേനി, മറ്റ് വൈദിക ശ്രേഷ്ഠന്മാരെ, സുഹൃത്തുക്കളെ, ഈ മനോഹരമായ ഗ്രന്ഥം വായിക്കുവാനും അതിനൊരു അവതാരിക എഴുതുവാനും അത് പരിശുദ്ധ ബാബയിൽ നിന്ന് സ്വീകരിക്കാനുമുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രീ ഗീവർഗീസ് യോഹന്നാനുമായി പരിചയപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. MGM സ്കൂളിൻ്റെ അഡ്വൈസറി ബോർഡിൽ എൻ്റെ സുഹൃത്ത് സിറിയക് തോമസിനോടൊപ്പം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം. പക്ഷെ അതൊന്നുമല്ല ഈ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം. ഇതിൻ്റെ പേര് തന്നെയാണ്. അങ്ങനെ ഒരു പേരൊരു പുസ്തകത്തിൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. ആകയാൽ സ്നേഹം മാത്രം. എന്നോട് പലരും ചോദിച്ചു ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം. സ്നേഹം മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു ആത്മകഥ ചരിത്രത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ആത്മകഥ യഥാർത്ഥത്തിൽ സാഹിത്യ രൂപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് എത്താൻ കഴിയാത്ത മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കാൻ ആത്മകഥയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷെ ആത്മകഥ എഴുതുമ്പോൾ എല്ലാവരും അവരവരെ തന്നെ കൂടുതൽ പ്രശംസിക്കാനാണ് ശ്രമിക്കുക. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം എന്നുള്ള ആഗ്രഹം. പക്ഷെ അതൊന്നും ഈ പുസ്തകത്തിലില്ല. അദ്ദേഹം തെളിയിക്കുന്നത്, അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത് സ്നേഹം മാത്രമാണ് ഈ ലോകത്തിൽ പ്രധാനപ്പെട്ടത് എന്നാണ്. അതെന്തുകൊണ്ട് എന്ന് തെളിയിക്കാനാണ് അദ്ദേഹത്തിന് ആകയാൽ സ്നേഹം മാത്രം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്നേഹം മാത്രം കൊണ്ട് ഞാൻ ജീവിച്ചത്, ഞാൻ ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത് എന്ന് നമുക്ക് അദ്ദേഹം പറഞ്ഞു തരികയാണ്. മറ്റൊരു പ്രത്യേകത ഇതിലെ ഭാഷയാണ്.
നിങ്ങൾക്കൊക്കെ അതിശയം തോന്നും ഈ പുസ്തകം വായിക്കുമ്പോൾ. കാരണം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ നമ്മൾ സാധാരണ പുസ്തകങ്ങളിൽ കാണുന്ന ഭാഷയല്ല. വളരെ ആത്മാർത്ഥമായി അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് മാറ്റണമെന്നുണ്ടോ? ഒരു സാഹിത്യ ഒരു കൃതിയായി മാറ്റത്തക്കവണ്ണം ഈ ഭാഷ മാറ്റുന്നത് നല്ലതായിരിക്കില്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതല്ല ഉദ്ദേശം, ഒരു സാഹിത്യ രചനയല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. ഒരച്ഛൻ മക്കളോട് സംസാരിക്കുന്നത് പോലെ, ഒരു സഹോദരൻ സഹോദരരോട് സംസാരിക്കുന്നത് പോലെ, എൻ്റെ ഹൃദയം കൊണ്ടും എൻ്റെ സ്നേഹം കൊണ്ടും ഞാൻ ഈ ലോകം കീഴടക്കി എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ അദ്ദേഹം വളരെ രസകരമായ ധാരാളം കുടുംബകഥകളും ഇതിൽ പറയുന്നുണ്ട്. എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു പുസ്തകം. അത് വായിക്കണം. നിങ്ങൾക്ക് പലതും അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. അതിലേറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നത് അദ്ദേഹം എത്ര വിനയാന്വിതനായ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥം സ്വീകരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമസ്കാരം. ചെയർമാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നോട്ട് ഓൺ ആർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് ഒൺലി. കൊച്ചുനാൾ തന്നെ സ്ഥിരം കേൾക്കുന്ന ഒരു വാചകമായിരുന്നു, ഇതൊന്നും നമ്മുടെ മിടുക്കല്ല, ദൈവം മാത്രം തരുന്നത്. Respected dignitaries on the dais, esteemed guests, and all who have joined us for this momentous celebration. We are commemorating the 30th year of MGM fraternity in enlightening countless students across Kerala. 30 years of excellence in education is not just a milestone. It's a testament to the dedication, hard work, and vision of everyone associated with this institution. Dr. Givargis Yohanan, lovingly known as Baby Chan, whose vision laid the foundation of the MGM legacy. It is a real blessing to hear quotes from everyone seated here regarding the greatness and simplicity of a human being who spared all his life to value love, kindness, knowledge, and create a meaning of oneness in a locality. He created his own identity, and now thousands follow him for his valuable words of wisdom. Today, as we gather here, it is my duty and honor to thank each one of you for being a part of this special occasion. Your presence here is a beautiful reflection of the relationships we have built over the years. Firstly, I extend my heartfelt thanks to the most gracious and beloved Holy Father, His Holiness Bhavya Tirumeni. His Holiness' contribution through various charity projects, especially the Sahodran project, have blessed countless lives. Under his leadership, it is a great pride to apprehend that the Malankara Orthodox Church was the first church to announce our support to the Wayanad Relief Campaign by providing homes for 50 people, estimating to around 5 crores. His Holiness has graciously blessed this function with his holy presence, and we seek your blessings towards our institution and homes. We are deeply honored by the presence of His Excellency Advocate P.S. Sridharan Pilla, Honorable Governor of Goa. He has authored more than 200 books, and he firmly abides by his maxim that art and literature can unite people. Thank you, Excellency, for your gracious presence and for inspiring us with your words. It's also a great privilege to have the ambassador of the vibrant Sultanate of Oman, His Excellency Isa Saleh Abdullah Al-Shabani. He has served office in most developed nations such as London and Paris. He appreciates the diverse culture of India and administers to further strengthen ties with India. Thank you for gracing us with those kind words, and we wish that you visit Kerala more often. But I do admit there's nothing as beautiful as Oman. Thank you once again, Excellency. It's always a cherry on a cake to have the presence of our Kottayakara MLA and Honorable Minister for Finance, Shri K.N. Balagopal. He is a well-wisher and true inspirer for upcoming politicians. He truly marks the aspiring quality of a great person. We thank you, sir, for sparing your valuable time and blessing this moment. Thank you very much, sir. Srimati Veena George, the Iron Lady with the Heart of Dove.
We are so gracious that she could come and be with us today. And she has also spent a lot of time and she has delivered a lovely speech. Thank you, madam, for that. Our heartfelt thanks also to His Grace Dr. Yohanan Ma Theodoros, the Metropolitan of Kottarakara Punnur, Bhadrasanam, for his unwavering support and guidance. Thank you, Tirumeni, for your blessings and celestial words. His Grace Zacharias Ma Severios is the most dynamic, youngest Metropolitan of the Malankara Orthodox Church. He has incredibly uplifted the Idukki Diocese apart from all challenges. We thank you, Tirumeni, for revealing the exciting stories behind the autobiography and filling in more essence for our readers. In the absence of Ms. Mayura Shreyams Kumar, we have the presence of the very prominent personality in the media industry, Mr. Rajiv Devraj. He is the executive editor and anchor of Madhrubhumi News. Thank you, sir, for being here. We are also delighted to have the local municipal chairman and other governing bodies of the locality, also the Kerala Police. We thank you for being with us. The MGM Group are immensely grateful to the robust foundation of wisdom that upholds the excellence of this institution. Our special thanks to the Academic Advisory Board President Dr. Siriak Thomas, Sri T.P. Srinivas, Justice Abraham Matthew, Sri Jacob Punnus, Professor Dr. G. Gopakumar, Professor Dr. Kunjari P. Isaac, Sri K.T. Chako, Professor Dr. Jose James, and Sri Gopinath Madathil. A great thanks to Father Dr. Thomas Varghese Amel, Priest Trustee, Sri Ronnie Varghese and Advocate Biju Uman of the Malankara Orthodox Church for being here today. A special thanks to Dr. M.